നമുക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാം. ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. കുറച്ച് ഒനിയൻ ഓയിൽ നന്നായി ചൂടായ ശേഷം അതിൽ വഴറ്റിയെടുക്കുക. ഇതിങ്ങനെ സോട്ട് ചെയ്യണം. ഇത് നന്നായി വഴന്നിട്ടുണ്ട്. നല്ല സോട്ട് ചെയ്യണം. ഈ ചിക്കൻ ബിരിയാണിക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് കുഴച്ച് ഏകദേശം 1/4 കപ്പ് പാൽപ്പൊടി വേണം. അതിലേക്ക് കുറച്ച് അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇട്ട് കൊടുക്കണം. അതുപോലെ മിന്റ് ലീവ്സും ഇട്ട് കൊടുക്കുക. ഉള്ളി നേരത്തെ കുക്കായിട്ടുണ്ടല്ലോ, അതിലേക്ക് ടൊമാറ്റോ പീസസ് ഇട്ട് കൊടുക്കുക. സോട്ട് ചെയ്യണം. ഇനി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പും ചെറുനാരങ്ങ നീരും ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കുക. മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മിനിറ്റിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. ഇത് ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ഇടുകയാണെങ്കിൽ ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇത് അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ വേവിക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഇതിലേക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നെയ്യിൽ റൈസ് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നല്ല ടെക്സ്ചറിൽ റൈസ് കിട്ടും. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി കഴുകി വെള്ളം വാർന്നതിന് ശേഷം ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. ഇതൊരു 2-3 മിനിറ്റ്സ് വറുത്തെടുക്കുക. എത്ര കപ്പാണോ നമ്മൾ റൈസ് ആഡ് ചെയ്യുന്നത് അത്ര കപ്പ് അതിൻ്റെ ഡബിൾ
വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുക. Spices give flavors when added to the food. They make the food tasty. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേവിക്കുക. ഈ സമയം നമുക്ക് ചിക്കന് റെഡി ആയോ നോക്കാം. ക്ലോസും കാടമോമും വെള്ളത്തിലിട്ട് കൊടുക്കാൻ മറന്നിരുന്നു. ഇപ്പം അത് ആഡ് ചെയ്യാം. ഇപ്പൊ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. വേവിക്കരുത്, ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് സീസണിങ്ങിനുള്ള പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കാഷ്യൂസ് വറുത്തെടുക്കുക. അതിൽ തന്നെ റൈസിൻസും വറുത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഓയിലിൽ കുറച്ച് ഓണിയൻസ് ബ്രൗൺ ആവുന്നത് വരെ കുറച്ച് വറുത്തെടുക്കുക. ഇത് നമുക്ക് ഫ്ലേവറും കൂടി തരും ബിരിയാണിക്ക്, പക്ഷെ ഗാർണിഷിനും കൂടിയാണ്. ഇതിലിപ്പം വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ റൈസ് റെഡിയായി. ഈ റോസ് വാട്ടർ ഒക്കെ ഒഴിച്ചാൽ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടും. ലാസ്റ്റ്ലി ഓണിയൻസ്, മല്ലിയില, കാഷ്യൂസ് ആൻഡ് റൈസിൻസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. Wow, the smell is so nice. ഇത് നന്നായി അടച്ചു വെച്ചിട്ട് ഒരു ചെറു തീയിൽ 3 മിനിറ്റ് വേവിക്കണം.
Thanks for watching Mom's Way, my mom's way.